സീറോയിലുള്ള സേക്രഡ് ഹാർട്ട് ചർച്ചിൻ്റെ മുൻഭാഗത്തായിട്ട് ഈ ഒരു സ്ഥലത്ത് ഈ ഒരു റിസോർട്ട് നിലകൊള്ളുകയാണ്. ഈ റിസോർട്ടിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് പാവപ്പെട്ട ഗ്രാമപ്രദേശത്തിലുള്ള ദേവാലയമായതുകൊണ്ട് പ്രത്യേകിച്ച് വരുമാന മാർഗ്ഗങ്ങളില്ല. സഞ്ചാരികളായിട്ട് എത്തിച്ചേരുന്നവർക്ക് വേണ്ടി വിശ്രമിക്കുവാനായിട്ടും ഒരു ദിവസം തങ്ങുവാനും ഒക്കെ ആയിട്ട് റിസോർട്ട് തുറന്നു കൊടുക്കാറുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ലഭിക്കുന്ന തുക അവർ പള്ളിയിലേക്ക് എടുക്കുക എന്ന നിർദ്ദേശത്തോടു കൂടിയാണ് എല്ലാവരും കൂടെ സംയുക്തമായിട്ട് പരിശ്രമിച്ച് ഈ ഒരു റിസോർട്ട് നിർമ്മിച്ചിരിക്കുന്നത്. ഈ അടുത്ത കാലത്താണ് ഇവിടുത്തെ തണുപ്പിനെ അതിജീവിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു റിസോർട്ടിൻ്റെ പണി കഴിപ്പിച്ചിരിക്കുന്നത്. ഈ അടുത്ത ദിവസങ്ങളാണ് ഇതിൻ്റെ പണികളെല്ലാം പൂർത്തീകരിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം ഒറ്റ നോട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. തണുപ്പായതുകൊണ്ടാണ് എനിക്ക് സംസാരം പോലും വറയിലോടുകൂടി വരുന്നത്. ശരിക്കും സംസാരിക്കാൻ സാധിക്കുന്നില്ല. ഇതാണ് റിസോർട്ടിൻ്റെ ആകമാന ഒരു വീക്ഷണം. എല്ലാം മുളകൾ കൊണ്ടൊക്കെയാണ് കുറേ കാര്യങ്ങൾ ചേർത്തേക്കുന്നത്. തടികളും ഈ അടുത്ത കാലത്താണ് ഇവർ സിമെൻറ്റും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങിയിരിക്കുന്നത്. അതൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അകത്ത് കയറി കാണാൻ സാധിക്കുകയല്ല, ലോക്ക് ചെയ്തേക്കുകയാണ്. ഇവിടെ ഒരു മീറ്റിങ്ങിന് വേണ്ടിയാണ് ഞങ്ങളിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. അപ്പോഴാണ് ഈ ഒരു കാര്യം മനസ്സിലാക്കുന്നത്. അച്ഛന്മാരിൽ നിന്നാണ് റിസോർട്ടിൻ്റെ കാര്യം മനസ്സിലാക്കിയത്. അതുകൊണ്ടൊന്ന് ഈ ഒരു വീഡിയോ ചിത്രീകരിക്കാം എന്ന് ചിന്തിക്കുകയായിരുന്നു. സീറോയിൽ നിന്ന് ഫാദർ പോൾ.